ഹലോ നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോവളത്താണ് എത്തിയിരിക്കുന്നത്. കോവളം ബീച്ചിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. പക്ഷേ ഇന്ന് സീറഫാണ്. സീറഫ് ആയതുകൊണ്ട് നമ്മളെ കടലിലോട്ട് ഇറക്കില്ല. അവിടെ കംപ്ലീറ്റ് അവർ കയറ് കെട്ടിയിരിക്കുകയാണ്. അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, ആരും കടലിൽ ഇറങ്ങരുതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടിട്ട് നമുക്ക് തിരികെ പോകാം. ഇപ്പം രാവിലെ ഏതാണ്ട് 10:30 ഈവനിങ് ആണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വിദേശികളൊക്കെ വളരെ കുറവേ ഉള്ളൂ. അതുപോലെ നമ്മുടെ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും വളരെ കുറവാണ്. നമ്മുടെ കുറച്ചുള്ളത് ആൾക്കാരൊക്കെ നമ്മുടെ മലയാളികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരികെ പോകാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടലിനടുത്തോട്ടൊന്ന് ഇറങ്ങാം. അവിടെ കയർ കെട്ടിയിരിക്കുന്നിടത്ത് വരെ പോകാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കടലിൽ കാണാം. ഇപ്പം കാണുന്നത് കരിമണലാണ്, കറുത്ത മണൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭംഗിക്കുറവ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും മറ്റ് കടലിലോട്ട് നോക്കുമ്പോൾ വേറിട്ടൊരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. തന്നെ ഇവിടെ ഹോട്ടലിൻ്റെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ദൂരെ തണ്ട ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ സാധിക്കും. പക്ഷേ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം നടന്നാൽ മാത്രമേ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. നമുക്ക് വണ്ടിയിൽ തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് വരെ വണ്ടിയിൽ പോകാൻ സാധിക്കും. അവിടുത്തെ വേറെ റൂട്ടാണ്. കോവളത്ത് മെയിൻ റോഡിൽ ചെന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. ലൈഫ് ഗാർഡൊക്കെ കസേരയിട്ട് അവർ ഇവിടെ ഇരിക്കുന്നതാണ്. ആരോ തന്നെ അവരുടെ കയറ് പൊക്കി വെളിയിലോട്ട് ഇറങ്ങി അവരെ തടയാൻ പോയിരിക്കുകയാണ്.
ഇന്നിച്ചിരി ശാന്തമല്ലേ? പിന്നെ ഇനിയിപ്പോൾ നാളെ പറയാൻ പറ്റും, കാലാവസ്ഥ മാറിയ ഇനി വരെ വരും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഓർഡർ കിട്ടിയില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ പല സംസ്ഥാനക്കാരെ, പല നാട്ടുകാരെ, പല വേഷമിട്ടവരെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെ ഒരു നല്ലൊരു കാഴ്ചയാണ്. പക്ഷേ ഇപ്പം തിരക്ക് കുറവായതുകൊണ്ട് ആ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിലൂടെ ബോർഡ് കാണും, ഡേഞ്ചർ ഏറിയാണ്, അങ്ങോട്ട് പോകരുത് എന്നൊരു ബോർഡുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരവസരത്തിൽ നല്ല തിരക്കുള്ള സമയത്ത് ഇവിടെ വരാം. നമുക്ക് ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. കോവളത്തെ കാണാ കാഴ്ചകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തിരക്കുള്ള സമയത്ത് തന്നെ വന്ന് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിലോട്ട് തന്നെ നടക്കാം.